പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്നതാണ് നമ്മുടെ ചർച്ച. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ദിവസവും പല തവണ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ആ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതൊക്കെ തീർച്ചയായും ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. ദിവസവും 3, 4, 5 തവണ ഭക്ഷണം കഴിക്കാനായി, വെള്ളം കുടിക്കാനായി, ചായ കുടിക്കാനായി ഇരിക്കുന്നവരല്ലേ നമ്മളൊക്കെ? ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് ആ കാര്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറുമ്പോഴത്തേക്ക് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയും. നമ്മളോട് പറഞ്ഞത് മുത്തുനബിയെ മുറുകെ പിടിക്കാനാണ്. ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി വതത്ബിഅന്നാ തബിഅല്ലാ തഅദിലാ. എല്ലാത്തിലും പിൻപറ്റേണ്ടത് മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മുടെ റോൾ മോഡലായി മുത്തുനബി മാറണം. ഹബീബായ നബി എങ്ങനെ കുടിച്ചു, ഹബീബായ നബി എങ്ങനെ കഴിച്ചു, ഹബീബായ നബിക്ക് ഭക്ഷണത്തോടുള്ള നിലപാടെന്തായിരുന്നു, ഇതേക്കുറിച്ചറിഞ്ഞ് അതേക്കുറിച്ച് ആലോചിച്ച് ആ നിലയിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് ക്രമപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറഞ്ഞു, ഒന്നാമതായി ഭക്ഷണം കഴിക്കുന്നത് എന്തിന് എന്ന് ചിന്തിക്കണം. ഇത് ഇബാദത്താക്കി മാറ്റാൻ കഴിയണ്ടേ? എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? എന്താ നീയത്ത്? കേവലം എൻ്റെ തടിക്കൊരു ആഫിയത്ത് ഉണ്ടാവുക, എനർജി ഉണ്ടാവുക, ഇങ്ങനെ ഒരു ലക്ഷ്യമാണെങ്കിൽ അത് നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പ്രയാസമാവും. പിന്നെയോ, നമ്മളെ അള്ളാഹു പടച്ചത് എന്തിനെന്ന് ചിന്തിക്കുക. ആ കാര്യം നടക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. എന്നാൽ ആ ഭക്ഷണം കഴിക്കൽ ഇബാദത്തായി. എനിക്ക് നിസ്കരിക്കണം, എനിക്കിടക്ക് നോമ്പ് നോൽക്കണം, എനിക്ക് ദിക്റുകൾ ചൊല്ലണം, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം, ഇതിനൊക്കെ ആഫിയത്ത് വേണം. ഈ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ മനുഷ്യരെ അല്ലാഹു പടച്ചത് ഇബാദത്തിനാണ്. ഇബാദത്തിന് വേണ്ടി പടച്ച മനുഷ്യരെ അതിന് കഴിയണമെങ്കിൽ ഭക്ഷണം അനിവാര്യമല്ലേ? അതുകൊണ്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാനായി ആരോഗ്യമുണ്ടാകാൻ ഞാനിതാ ഭക്ഷണം കഴിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു നിയ്യത്തോടു കൂടെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കാറ്? ആണോ? നമ്മൾ അള്ളാഹിനോട് കൈയ്യെട്ടിയിട്ട് നൂറെന്ന നമസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് വേണ്ടിയിട്ട് അതായി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ പറയുന്ന വർത്താനം എന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാം അല്ലാഹ്ക്കാണ്. ജീവിതവും മരണവും ചലനവും നിശ്ചലനവും ഒക്കെ അല്ലാഹ്ക്ക് വേണ്ടിയാണ്. എല്ലാം അള്ളാഹുവിന് വേണ്ടിയാവണം. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ ഉള്ള ആരോഗ്യം കിട്ടണം, തൗഫീക്ക് കിട്ടണം, കരുത്ത് കിട്ടണം, ഉന്മേഷം കിട്ടണം. അതിനു വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കൽ പോലും ഇബാദത്തായി മാറൂലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം. ₹1 പോലും നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരരുത് കേട്ടോ. ഹറാമ് കലർന്നാൽ തുർഫഉൽ ബറക്ക, ബറക്കത്ത് ഉയർത്തപ്പെടും.
പിന്നെ ഖൈറുണ്ടാവില്ല. എത്രത്തോളം മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബാപ്പ ഹറാമായ സമ്പാദ്യമുണ്ടാക്കി അതാണ് തൻ്റെ ഭാര്യക്കും തൻ്റെ മക്കൾക്കും നൽകുന്നതെങ്കിൽ ആ മക്കളിൽ അംഗവൈകല്യമുണ്ടാകുമെന്ന് വരെ മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങൾക്കത് കാരണമാകും. അംഗവൈകല്യമുള്ളവരൊക്കെ ബാപ്പാര് ഹറാം കലർന്ന ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ് നല്ലട്ടോ ഈ പറയുന്നത്. മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ചില കേടുകൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ബാപ്പാര് ഹറാമ് സമ്പാദിച്ചത് കൊണ്ടാണ് നല്ല ഈ പറയുന്നത്. എന്നാൽ ഹറാമ് സമ്പാദിച്ച ഹറാമ് കലർന്ന ഭക്ഷണമാണ് മക്കൾക്ക് പേരക്കുട്ടികൾക്കൊക്കെ കൊടുത്തതെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടയാളം അംഗവൈകല്യം അവരിൽ കാണാനേറെ സാധ്യതയുണ്ടെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് കുഴങ്ങുന്നർത്ഥം. അപ്പൊ ഭക്ഷണം ഹലാലാവണം. പിന്നെയോ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വെള്ളം കുടിയും അങ്ങനെയാവണം. ലാ യഅകുലന്ന അഹദുകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ. നിങ്ങളിൽ ഒരാളും ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കാനും പാടില്ല. ശ്രദ്ധിക്കണം, സുന്നത്തുകൾക്ക് പരിഗണന കൊടുക്കണം. എന്തേ കാര്യം? അത് ശൈത്താന്റെ രീതിയാണ്. അവൻ നമ്മളെ ശത്രുവാണ്. ആ ശത്രുവിനെ തൃപ്തിപ്പെടുത്തുന്ന യാതൊരു പണിയും നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു പൂർണ്ണമായും നമുക്ക് രക്ഷ നൽകട്ടെ. അപ്പൊ വലത് കൈ കൊണ്ട് തന്നെ കഴിക്കണം, കുടിക്കണം. പിന്നെയോ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. മനസ്സറിഞ്ഞ് ഇലാഹായ റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന നീയത്തോടെ ആ ഭക്ഷണത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയാൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള കേടുകൾ ആ ഭക്ഷണത്തിനുണ്ടെങ്കിൽ ആ കേട് തീർന്നു കിട്ടാനത് കാരണമാകുമെന്നും മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്. അതൊക്കെ മനസ്സറിഞ്ഞിട്ട് വേണം. എന്തോ ആലോചിച്ച് ഏതോ നിലക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. ഇതെൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ട് ഇതാ റബ്ബിൻ്റെ പേരിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന നിലയിലാണ് ബിസ്മി ചൊല്ലുന്നതെങ്കിൽ ബിസ്മി ഭയങ്കര പരിഹാരമാണ്. ബിസ്മി കൊണ്ട് തുറക്കാത്ത പൂട്ടുകളില്ല. മുഅ്മിനേ ശ്രദ്ധിക്ക മുഅ്മിനേ, കേവലം നമ്മുടെ സമുദായത്തിനു മാത്രമല്ല ബിസ്മിയുള്ളത്. മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കിയത്. കഴിഞ്ഞു പോയ പ്രവാചകരിൽ ഒരാൾക്കും അല്ലാഹു ബിസ്മി നൽകിയിട്ട് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടില്ല. എന്നാൽ ബിസ്മി അങ്ങനെയല്ല. ആദം നബിക്ക്, നൂഹ് നബിക്ക്, ഇബ്രാഹിം നബിക്ക്, മൂസാ നബിക്ക്, ഈസാ നബിക്ക് തുടങ്ങിയ അനേകം പ്രവാചകർക്ക് അല്ലാഹു ബിസ്മിയെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് രക്ഷ നൽകുകയും ചെയ്തുവെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതൊക്കെ പിന്നാണ്ട് ഫലിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആ നിലക്ക് നമ്മളെ കൽബ് ഇതുമായിട്ടാണ്ട് ബന്ധം ഉണ്ടാവണം. അങ്ങനെ ഇതിലങ്ങ് ലയിക്കണം നമ്മൾ. പ്രവാചകരായ പ്രവാചകന്മാർക്കൊക്കെ ബിസ്മി കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, പൊന്നാര മനുഷ്യന്മാരെ ഞങ്ങൾ ഉറങ്ങല്ലേ ഒന്ന് അലൈഹിസ്സലാം എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബിയുടെ പേരിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രമല്ലാതെ ഒന്നുമില്ല. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി, കഥകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാ ഈ സൂറത്തിന്റെ ആരംഭം തന്നെ. പിന്നെ മൊത്തം യൂസുഫ് നബിയാൻ. മറ്റൊരു സൂറത്തിലും അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് മൊത്തം പറയുന്നില്ലല്ലോ. മൂസാ നബിയുടെ ചരിത്രം ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലായിട്ടാണ് പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലായിട്ടാണ് പറയുന്നത്? ഈസാ നബിയും നൂഹ് നബിയും മറ്റുള്ള പ്രവാചകന്മാരൊക്കെയും അങ്ങനെയല്ലേ? എന്നാൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈഖ ബീവിക്ക് യൂസുഫ് നബിയോട് പ്രേമം കൂടി. പ്രേമം ഒരു ഭ്രാന്തായി മാറി.
അവസാനം അവൾ സുലൈഖ എന്നവർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരം ആഗ്രഹിച്ചു. അതിനുവേണ്ടി തൻ്റെ ഭർത്താവ് വീട്ടിലില്ലാത്തൊരു ദിവസം മണിയറയുടെ ഉള്ളിലേക്ക് യൂസുഫ് നബിയെ കൊണ്ടുപോയി 7 വാതിലുകൾ പൂട്ടി. 7 വാതിലുകൾ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളറയിലെത്തി. അപ്പോഴാണ് വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട് അവൾ യൂസുഫ് നബിയെ ആകർഷിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. യൂസുഫ് നബി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നോക്കുമ്പോൾ വാതിലുകളൊക്കെ ശക്തമായി പൂട്ടിയിട്ടുണ്ട്. യൂസുഫ് നബിക്ക് രക്ഷ കിട്ടിയത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ പവിത്രമായ നാമം ഉച്ചരിച്ച് യൂസുഫ് നബി ആ പൂട്ടിനടിച്ചു. അപ്പോൾ അത് മലർക്കെ തുറക്കപ്പെട്ടു. ഏത് പ്രതിസന്ധിയിലും സഹോദരി നമുക്ക് കരുത്താകും ബിസ്മി. പക്ഷേ ആ ബിസ്മിയെ നമ്മൾ കൂടെ നിർത്തണം. നബിയെ പിടിച്ചകത്താക്കിയിട്ടു സുലൈഖയും അഴിഞ്ഞാട്ടമായ പരമസുന്ദരി തന്നെയും. അതുമാത്രമല്ല, അടച്ചു 7 അബ്വാബുകൾ, കൂടാതെ ബാബുകൾക്കുണ്ട് ഉഗ്രൻ പൂട്ടുകൾ. നബി യൂസുഫ് സിദ്ദീഖിനന്നു ലഭിച്ചത് ഒന്നേട്ടമാണത് ബിസ്മി കൊണ്ടാ കണ്ടത്. ബാബിൻ്റെ അടുത്തേക്കെത്തി താൻ പറയുന്നേ, ബിസ്മില്ല ഓരോ ബാബിനും തുറക്കുന്നേ. അടച്ചിട്ട ഏതൊന്നും തുറക്കാനിതു മതി, അതുകൊണ്ട് തന്നെ വായി തുറന്നാൽ ഭാഗതി. നബിയെ പിടിച്ചകത്താക്കിയിട്ടു സുലൈഖയും അഴിഞ്ഞാട്ടമായ പരമസുന്ദരി തന്നെയും. അതുമാത്രമല്ല, അടച്ചു 7 അബ്വാബുകൾ, കൂടാതെ ബാബുകൾക്കുണ്ട് ഉഗ്രൻ പൂട്ടുകൾ. നബി യൂസുഫ് സിദ്ദീഖിനന്നു ലഭിച്ചത് ഒന്നേട്ടമാണത് ബിസ്മി കൊണ്ടാ കണ്ടത്. ബാബിൻ്റെ അടുത്തേക്കെത്തി താൻ പറഞ്ഞന്ന്, ബിസ്മില്ല ഓരോ ബാബിനും തുറക്കുന്നേ. അടച്ചിട്ട ഏതൊന്നും തുറക്കാനിതു മതി, അതുകൊണ്ട് തന്നെ വായി തുറന്നാൽ ഭാഗതി. സഹോദരി, എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണം. അത്ഭുതത്തിൻ്റെ മേൽ അത്ഭുതമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് വിശ്വാസിയുടെ വജ്രായുധമാണ്. ബിസ്മി വിശ്വാസിയുടെ വജ്രായുധമാണ്. അതൊക്കെ ഒന്ന് അറിയാനും അതിലൊക്കെ ഒന്ന് അലിഞ്ഞു ചേരാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഖുർആനിലെല്ലാം ബിസ്മിയിലുണ്ട്. ഖുർആനിലുള്ള എല്ലാം ബിസ്മിയിലുണ്ട്. അങ്ങനെയാകുമ്പോഴല്ലേ അത് അള്ളാഹുവിന്റെ കലാമാകൂ. പഠിച്ചോനെ, അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ആ ബിസ്മി ചൊല്ലുന്നത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന പൂർണ്ണമായ അറിവോടുകൂടെയാണെങ്കിൽ, അത് ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാനും അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലർക്ക് ചില ഭക്ഷണമൊന്നും പറ്റൂലല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങാൻ ഇത് കാരണമാകും. പക്ഷെ തവക്കുൽ മർമ്മപ്രധാനമാണ്. ഇത് തവക്കുലിൻ്റെ വാക്കാണ്. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. അത് നാളത്തെ മജ്ലിസിൽ നമ്മൾ പറയും. നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സാധാരണ നമ്മുടെ ക്ലാസിൻ്റെ ദിവസമാണ്. ആരും മറക്കരുത്. ഈ ഒരു സന്ദേശം നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് ആ മജ്ലിസിൽ എല്ലാവരെയും പങ്കാളികളാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം 111 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉച്ചരിച്ചു വരലാണ്. കൽബിലേക്ക് അതുകൊണ്ട് കയറട്ടെ. എന്തിന് നിങ്ങൾ നിയ്യത്ത് ചെയ്യേ? ഈ ബിസ്മി കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം. ബിസ്മി കൊണ്ട് നമ്മളെ പ്രതിസന്ധികൾ പരിഹരിച്ച് കിട്ടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് റബ്ബിലേക്ക് നമ്മളെ ഏൽപ്പിക്കുന്ന വചനമാണ്. അങ്ങനെ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കണം. നമ്മുടെ കാര്യങ്ങളിലൊക്കെ വലിയൊരു സന്തോഷവും ഒരു നിർവൃത്തിയും ഒരു റാഹത്തും സലാമത്തും ഉണ്ടാവണം.
ഒരു പനി വരുമ്പോഴത്തേക്ക് ഇത് കൊറോണയാണെന്ന് വിചാരിച്ച് ബേജാറായി, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവായി, അതിലാകെ ബേജാറായി, ആകെ പിടുത്തം വിട്ട് പോകുന്നവരായി നമ്മൾ മാറരുത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ കൊറോണ വന്ന് മാറിയില്ലേ? വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നാൽ പിന്നെ അതിന് ബേജാറായി നമ്മളിങ്ങനെ ഉരുകി തീരേണ്ട ഒരവസ്ഥയാണോ? ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു സങ്കടത്തോടുകൂടെ, പനി വന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവാണ്, ആകപ്പാടെ ബേജാറാണ്, വിഷമാണ്, പ്രയാസാണ്. അതൊരു ജലദോഷപ്പനി പോലെ. പല ആളുകൾക്കും ഒരു പ്രശ്നവുമില്ല, പക്ഷെ ചില വിഷയത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവാണ്. അത്രേ ഉള്ളൂ. അത് വലിയൊരു കാര്യമായിട്ട് ബേജാറാവണ്ടെന്നായി പറയുന്നത്. രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നാലോ അലല്ലാ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തളർത്തുന്ന ഒരു രോഗമാകാൻ പാടില്ല. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് 111 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടട്ടെ, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. ആ നിയ്യത്തോടുകൂടെ അത് ചൊല്ലി വരണം. നിങ്ങൾ ആലോചിക്കേ, 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ച് ആ ഒരു ബിസ്മി ചൊല്ലി ഇൻഷാ അള്ളാഹ് നമ്മൾ മജ്ലിസിൽ സംഗമിച്ച് നാളത്തെ മജ്ലിസിൽ നമ്മളും ഇൻഷാ അള്ളാഹ് മജ്ലിസിൽ വെച്ച് തന്നെ 111 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അതൊക്കെ ഒരു വലിയ ബറക്കത്താണ്.